വെളിപ്പെടുന്ന ക്രിസ്തുവിൻ്റെ മഹത്വത്തെയൊക്കെ കണ്ടപ്പോൾ കാരാഗൃഹ പ്രമാണി പറഞ്ഞു, എനിക്കും ഈ സന്തോഷം വേണം, എനിക്കും ഈ വെളിച്ചം വേണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് വല്ലപ്പോഴുമൊക്കെ സന്തോഷിച്ചാൽ, നല്ല സമയം വരുമ്പോൾ മാത്രം സന്തോഷിച്ചാൽ, വാസ്തവത്തിൽ ഈ ക്രിസ്തുവിനെ മറ്റുള്ളവരെങ്ങനെ അറിയും? നമ്മുടെ പ്രതികൂലത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് മറ്റു മേഖലകൾക്കകത്ത് നിൽക്കുന്ന പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് നമ്മെ കാണുമ്പോൾ ഒരു സാക്ഷ്യത്തോടെ പറയാൻ പറ്റണം, ഓ, ഏത് സാഹചര്യം വന്നാലും അവർക്ക് സന്തോഷമാണ്, കടഭാരം വന്നാലും അവർക്ക് സന്തോഷമാണ്, രോഗം വന്നാലും അവർക്ക് സന്തോഷമാണ്. കാരണം എന്തുവാ? തെസ്സലോനിക്ക സഭയോട് ആത്മാവ് എഴുതുന്നു, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം, നിങ്ങൾ എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇത് നാട്ടുകാരുടെ ഇഷ്ടമല്ല, ഇത് നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം ഇതാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴും പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ കർത്താവിനെ